ഇവർ രണ്ടുപേരും മാഗ്നറ്റ് യൂസ് ചെയ്ത് നദിയിൽ നിന്ന് വാല്യുബിൾ ആയ വസ്തുക്കൾ എടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഓരോ പ്രാവശ്യം അവർ ശ്രമിക്കുമ്പോഴും അവർക്ക് പ്രയോജനമില്ലാത്ത പാഴ്വസ്തുക്കളാണ് കിട്ടുന്നത്. അപ്പോൾ പെട്ടെന്ന് അവരുടെ മാഗ്നറ്റ് വെയിറ്റ് കൂടുതലുള്ള എന്തോ വസ്തുവിലൊട്ടുന്നു. രണ്ടുപേരും വലിയ എന്തോ കിട്ടിയ സന്തോഷത്തിൽ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് അത് വലിക്കുന്നു. പക്ഷെ അത് പുറത്തെത്തിയതും രണ്ടുപേരും ഷോക്കാവുന്നു. കാരണം ആ മാഗ്നറ്റിൽ ഡേഞ്ചറസ് ആയ ഒരു പൊട്ടിയിട്ടില്ലാത്ത ബോംബാണ് ഒട്ടിയത്. പേടിച്ചുപോയ അവർ വേഗം തന്നെ പോലീസിന് കോൾ ചെയ്യുന്നു. അവിടേക്ക് വന്ന പോലീസ് ആ നദി മുഴുവൻ സെർച്ച് ചെയ്യാൻ തുടങ്ങുന്നു. നോക്കുമ്പോൾ ആ നദിയിൽ നിന്ന് അതുപോലെ പൊട്ടിയിട്ടില്ലാത്ത ഒത്തിരി ബോംബ്സ് കിട്ടുന്നു. അതിനുശേഷം അവർ അതെല്ലാം കളക്ട് ചെയ്തതും പ്രശ്നമെല്ലാം കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. ആക്ച്വലി കുറച്ചു ദിവസം കഴിഞ്ഞ് ആ നദിയിൽ വെച്ച് അവരുടെ രാജ്യത്തെ വളരെയധികം ഫേമസ് ആയ ഒരു സ്വിമ്മിംഗ് റേസ് നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത പേടി മാറ്റുന്നതിനായി പോലീസ് ഇതെല്ലാം പഴയ കാലത്തെ യുദ്ധസമയത്തുള്ളതാണ്, ഇതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് പറയുന്നു. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ലീസ എന്ന റിസർച്ചറിന് മാത്രം എന്തോ പ്രശ്നമുള്ളതായി തോന്നുന്നു. കാരണം അവളുടെ ഡിവൈസിൽ ആ നദിയുടെ അടിയിൽ വലിയൊരു ജീവിയുള്ളതായി കാണിക്കുന്നു. ഉടനെ അവൾ പോലീസ് ചീഫിന് മുന്നറിയിപ്പ് കൊടുക്കാനായി പോകുന്നു. പക്ഷെ പോലീസ് ചീഫ് ഷാർക്കിനെ പോലുള്ള വലിയ ജീവികൾ കടലിൽ മാത്രമേ കാണൂ, അവയ്ക്ക് നദിയിൽ സർവൈവ് ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അവളെ പോകാൻ പറയുന്നു. എന്നാലും ലീസ അവരെ നിർത്താതെ നിർബന്ധിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് വേറെ വഴിയില്ലാതെ അവർ ഒരു ടീമിനെ നദിയിലേക്ക് ഇറക്കുന്നു. കുറച്ചുനേരം കഴിഞ്ഞ് നദിയുടെ അടിയിലെത്തിയ ഡൈവേഴ്സ് അവരുടെ മുന്നിലെ കാഴ്ച കണ്ട് ഷോക്കാവുന്നു. നോക്കുമ്പോൾ ലീസ സംശയിച്ചതുപോലെ തന്നെ നദിയുടെ അടിയിൽ മനുഷ്യരെ കൊല്ലുന്ന വലിയൊരു ഷാർക്കുണ്ട്.